ഹലോ ഗായ്സ്, കപ്പ മാങ്ങ തേങ്ങ ചേന ഈ വക കാര്യങ്ങളോട് അടങ്ങാത്ത ആക്രാന്തം ഉണ്ടെന്ന് മനസ്സിലാക്കിയ എൻ്റെ കൂട്ടുകാരി ലിനി ചേച്ചി ഒരു 5-6 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് സർപ്രൈസ് ആയിട്ട് എനിക്ക് കൊണ്ടുതന്ന ചക്കയാണിത് കേട്ടോ. ഇതിൻ്റെ മണമടിച്ചിട്ട് ഇത് വെട്ടാതിരിക്കാനും പറ്റുന്നില്ല. ഈ ടാസ്ക് വേറെ ആർക്കും ഹാൻഡ് ഓവർ ചെയ്യാൻ ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ആ കടുങ്ക ചെയ്യാൻ തീരുമാനിച്ചു. ചക്ക മുറിക്കാൻ പാകത്തിനുള്ള മാരകായുധങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. അങ്ങനെ നീണ്ടു നിന്ന പരാക്രമങ്ങൾക്കൊടുവിൽ ചക്ക കളത്തിന് പുറത്തു പോയി ഈ ഒരു ചക്ക മുഴുവനും തിന്നു തീർക്കാനുള്ള കൊതിയൊന്നും എനിക്കില്ല കേട്ടോ. ഇതെങ്ങനെ ഫിനിഷ് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരെത്ത പിടിയും കിട്ടുന്നില്ല. അപ്പോഴാണ് ഓർത്തത്, ആഹാ, ഇതിൻ്റെ പകുതി നമുക്ക് ഹൗസ് ഓണർക്ക് കൊടുക്കാം, ബാക്കിയോ അയൽവക്കക്കാരായിട്ടൊന്നും എനിക്ക് വലിയ പരിചയമില്ല കേട്ടോ. പക്ഷേ ഇത് വലിയ ക്രെഡിറ്റ് ആയിട്ട് പറയല്ല. എറണാകുളമാണ്, ബിസിയാണ് സിറ്റി, രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നു, തിരിച്ചു വരുന്ന അത്ര തന്നെ. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് കേട്ടോ. ഞാൻ എപ്പോൾ ഡബ് ചെയ്യാനെടുത്താലും തൊട്ടപ്പുറത്തെ വീട്ടിലുള്ളൊരു കുട്ടി ഭയങ്കര കരച്ചിലാണ്. ആ വോയിസ് ഡിസ്റ്റർബൻസ് കാരണം ഞാൻ ചിലപ്പോൾ 2 മണിക്കൊക്കെ അലാറം വെച്ചിട്ടാണ് രാത്രി ഇരുന്ന് ഡബ് ചെയ്യുന്നത് കേട്ടോ. എന്നാൽ പിന്നെ പകുതി അവൾ കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വീട് എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ പുറത്ത് നോക്കിയപ്പോഴത്തേനും അവിടെ ശബ്ദമൊക്കെ കേൾക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, കുറച്ച് ചക്ക ഇരിപ്പുണ്ട് തരട്ടെ എന്ന്. ആ ചേട്ടൻ വന്ന് വാങ്ങിച്ചിട്ട് പോയി കേട്ടോ. അവിടെ 3 കുട്ടികളാണ് ഉള്ളത്. ഇന്നാണ് ഞാൻ അവരെ പരിചയപ്പെട്ടത്. ഇന്നാണ് എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന് ഇത്രയും വലിയൊരു കലാകാരി ഞാൻ തിരിച്ചറിഞ്ഞത് കേട്ടോ. ചക്കയൊക്കെ എത്ര നീറ്റായിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തത്. ഓ, സമ്മതിക്കണം. ഇതിന് ആവശ്യമായിട്ടുള്ള ടൂൾസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് നേരത്തെ പണി കഴിഞ്ഞാനേ. എന്തായാലും ഒരു 3/4 മണിക്കൂർ എടുത്തു കേട്ടോ ഈ ഒരു ചക്ക വൃത്തിയാക്കി ഇത്രയും ആക്കാനായിട്ട്. ഇനി ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ. ഇതെല്ലാം കൂടെ തട്ടിപ്പറക്കി വേസ്റ്റ് ബിന്നിലിട്ട് താഴെ കൊണ്ട് വെക്കണം. അപ്പോൾ ഹൗസ് ഓണറാണ് ഇത് ഡിസ്കാർഡ് ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത ദിവസം നമുക്ക് ഈ ബക്കറ്റ് തിരിച്ചു തരും. പണി ഇവിടെ കൊണ്ടൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഇനി യൂട്യൂബിൽ നോക്കി സെർച്ച് ചെയ്യണം എന്തൊക്കെ വെറൈറ്റി ഡിഷസ് ചക്കപ്പഴം കൊണ്ടുണ്ടാക്കാം എന്നുള്ളത്. കാരണം ഇത് കഴിച്ചു തീർക്കാനും ഞാൻ മാത്രമല്ലേ ഉള്ളൂ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നല്ല മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ ചക്ക വിശേഷം ഇവിടെ തീരുകയാണ്. ടട്ട ബബ ചെയ്യൂ.